ആ പുസ്തകത്തിന്റെ വെള്ളക്കടലാസിൽ കറുത്ത മഷ കൊണ്ട് അച്ചടിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഈ നിമിഷം വരെ ആ പുസ്തകം പിൻവലിച്ചിട്ടില്ല. MA മുഹമ്മദ് സുല്ലമി പറയുന്നു, ഇക്കാലം അത്രയും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി അവരവലംബമാക്കിയിട്ടുള്ള ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവും മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി തകർക്കാനുള്ള പാശ്ചാത്യൻ ചാരന്മാരായിരുന്നുവെന്ന് MA മുഹമ്മദ് സുല്ലമി എഴുതി വെച്ചിരിക്കുന്നു. സമസ്ത പറഞ്ഞതല്ല, ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ പറഞ്ഞതല്ല, ഏതെങ്കിലും SKSFന്റെ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയതല്ല. മുജാഹിദ് പണ്ഡിതനായ MA മുഹമ്മദ് സുല്ലമി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഈ നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല. ഇക്കാലം അത്രയും മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസവും അനാചാരവും ജീർണതയും വിഭാടനം ചെയ്തുകൊണ്ട് ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി, നവോത്ഥാനം നടത്താൻ വേണ്ടി ഇവിടെ അവരവലംബമാക്കിയ ജമാലുദ്ദീൻ അഫ്ഗാനിയെയും റഷീദ് റിളയെയും മുഹമ്മദ് അബ്ദുവിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുജാഹിദ് മൗലവി പറയുന്നു, ഇവർ പാശ്ചാത്യൻ ചാരന്മാരായിരുന്നുവെന്ന്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനം 1926 രൂപീകരിച്ചുകൊണ്ട് ഈ അപകടകരമായ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച സമയത്ത് ഇത് മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി തകർക്കാൻ സമുദായത്തിന് പുറത്തുള്ള അപകടകരമായ ചില ശക്തികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. മുസ്ലിം സമുദായം അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഈ സമുദായത്തോട് ആഹ്വാനം ചെയ്യാൻ ഈ സമസ്ത കേരള ജംഇയ്യത്തിലും അന്നുണ്ടായില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? മൂന്നാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. കേരളം, ഇന്ത്യ, ലോകം മുഴുവൻ ഒരു ബഹുസ്വര സമൂഹമാണ്. ലോകത്തെ ഏതാനും അറബ് രാജ്യങ്ങളിൽ മാത്രമാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ളത്. ലോകത്തെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ എവിടെയെല്ലാം പാർക്കുന്നുവോ അവിടെയെല്ലാം അവർ ന്യൂനപക്ഷങ്ങളാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവരവിടെ ന്യൂനപക്ഷമാണ്, അവിടെ ബഹുസ്വര സമൂഹമാണ്. മറ്റു പല വിശ്വാസക്കാർ, വലിയ പ്രത്യയശാസ്ത്രക്കാർ, വിവിധ മതക്കാർ, വിവിധ വിഭാഗങ്ങൾ അവിടെ ജീവിക്കുന്നു. അവർക്കിടയിൽ ഒരു ന്യൂനപക്ഷമായിട്ടാണ് മുസ്ലിങ്ങൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ബഹുസ്വരതയെ നിഷേധിക്കാൻ കഴിയില്ല. മറ്റു സഹോദര സമുദായങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നുള്ളത് അതിനെ ഒരിക്കലും എതിർക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ലോകത്താദ്യമായി ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ജനവിഭാഗത്തെ മുന്നോട്ട് നടത്തേണ്ടതെന്നതിൻ്റെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഉണ്ടാക്കിയത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മദീനയിലെ 10 വർഷത്തെ ജീവിതം, അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ന്യൂനപക്ഷം ഉണ്ടായിരുന്നു, ഇസ്ലാമിനോട് ശത്രുതയുള്ളവരുണ്ടായിരുന്നു, ശത്രുതയില്ലാത്തവരുണ്ടായിരുന്നു, എല്ലാ വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. ആ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്? സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട്